ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥ മാറിയതിൻ്റെയാണ്. അപ്പം ഇത് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൈസൂരേക്കാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്ററിനകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ മൈസൂരേക്ക്. അപ്പം കർണാടകത്തിൻ്റെ അതിർത്തിയാണ് ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അവിടെയാണ് എൻ്റെ വീട്. അപ്പം ഞങ്ങൾ മാക്കുട്ടൻ ചുരം വഴിയാണ് മൈസൂരേക്ക് പോകുന്നത്. അത് നമ്മൾ വീരാജ്പേട്ട ടച്ച് ആവാതെ ഞങ്ങൾ ഗോണികുപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെയാണ് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി മൊത്തം അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയ പാകത്തിനുള്ള വഴി ആയിരുന്നില്ല, ഫുള്ള് കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ്, പക്ഷേ എല്ലാം ഒരുപോലെ തന്നെ തോന്നും. അപ്പോൾ ഞങ്ങൾ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ചെറിയൊരു കട കിട്ടിയത് കേട്ടോ. പോയത് ഉച്ച കഴിഞ്ഞായിരുന്നു. അപ്പം കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു കട കണ്ടു. അപ്പോൾ എന്തായാലും ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചുരം കയറി പോയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കാണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ചുരത്തിൽ. അങ്ങനെ ഒന്ന് വെറും കാലിച്ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറി അച്ചോടിനൊരു ചായയൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. റെസ്റ്റിനാണെങ്കിൽ റെസ്റ്റും ആവും, ചായ കുടിക്കാനാണെങ്കിൽ ചായ കുടിച്ചെന്നും പറയാമല്ലോ. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ പിന്നെയും നമുക്കൊരു പണി കിട്ടി. ഈ പണി നേരത്തെ വണ്ടിക്ക് ഉണ്ടായിരുന്നതാണ്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിറർ ജാമായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കുറേ നേരം ശ്രമിച്ച ശേഷം മിറർ റെഡിയാക്കി. മിറർ ബാക്ക് വരുന്ന വണ്ടി കാണണമെങ്കിൽ മിറർ റെഡി ആവണമല്ലോ. അങ്ങനെ നമ്മൾ മിററൊക്കെ റെഡിയാക്കി നേരെ പോയിട്ടുണ്ടായിരുന്നത് ഗോണികുപ്പ വഴി. ഇത് നാഗർഹോള ടൈഗർ റിസർവിൻ്റെ വനമാണോ എന്നറിയില്ല. ആ ഒരു ഫോറസ്റ്റാണ് കേട്ടോ. ഏതൊരു ഫോറസ്റ്റാണ്, ആ ഒരു ഫോറസ്റ്റിൽ കൂടെ വേണം നമുക്ക് പോകാൻ. ഈ ഫോറസ്റ്റ് ഒരു 10 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ളൊരു ആനത്താവളമാണ് കേട്ടോ അത്. അപ്പം ഈ റോഡ് എന്തായാലും അടിപൊളിയാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ നല്ല ഹമ്പുണ്ട് കേട്ടോ. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതൊരു 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫോറസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്ന സ്ഥലം കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. രണ്ട് സൈഡും ഫുൾ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃഷി സ്ഥലങ്ങൾ മാത്രമേ കാണാനുള്ളൂ. അപ്പം മൈസൂരേക്ക് ഞാൻ ബസ്സിൽ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടും ബൈക്കിൽ പോകുന്നു കേട്ടോ. അപ്പം കൃഷിസ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയ വീടുകൾ, നമ്മളിവിടുത്തെ പോലെ വലിയ വീടുകളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ചെറിയ വീടുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ വൈക്കോലൊക്കെ കൂട്ടിയിട്ടിട്ടുള്ളതും, അങ്ങനെ ഈ കൊയ്ത്ത് കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ വൈക്കോൽ കൂമ്പാരൊക്കെ കുറേ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എപ്പോഴും നമുക്ക് വീഡിയോ എടുത്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പം പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ ഈ പശുക്കളൊക്കെ നമ്മളവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ കെട്ടിയിടാല്ലോ ചെയ്യുക. ഇത് റോഡ് സൈഡിലൊക്കെ തന്നെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഇതൊക്കെ തന്നെയുള്ളൂ. കൂടുതലായി മൈസൂർ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയുള്ളൂ. ഇതുണ്ട് ചോളമൊക്കെ പൂത്ത് നിൽക്കുന്നത്, കാഴ്ച നിൽക്കുന്നത് കേട്ടോ. നമുക്കവിടെ ഇറങ്ങി എടുക്കണമെങ്കിൽ അവിടുത്തെ ഭാഷ കന്നഡ എനിക്ക് മനസ്സിലാവും, പക്ഷെ തിരിച്ചു പറയാൻ അത്ര അങ്ങോട്ട് അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും ശ്രമിച്ചില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്താതെ പോയിട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി അവരോട് സംസാരിച്ച് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ എനിക്കിഷ്ടമാണ്. എൻ്റെ മമ്മിയൊക്കെ കർണാടകയാണ് പഠിച്ചതും വളർന്നതും ഒക്കെ അവിടെ ആയതുകൊണ്ട് അവർക്കറിയാം, എനിക്കങ്ങനെ അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ ഉൻസൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അടുത്ത ടൗൺ. ഗോണികുപ്പ കഴിഞ്ഞാൽ അടുത്ത ടൗൺ എന്ന് പറയാൻ ഹുൻസൂറാണ് കേട്ടോ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടു. ഒരു 7:15 ആയപ്പോഴത്തേക്ക് മൈസൂർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയിലെ പാലസിൻ്റെ ഭംഗി കാണാനാണ് അടിപൊളി. ഈ വീഡിയോ കാണുന്ന പോലെ ഇത്ര ചെറുതൊന്നും അല്ലാന്ന് നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും അല്ലേ. അപ്പം വീഡിയോയിൽ അത് നല്ല ചെറുതായിട്ടാണ് കാണുന്നത്. അത് എത്രത്തോളം വലുതാണെന്ന് അവിടെ പോയി കണ്ടാലല്ലേ അറിയുള്ളൂ. അങ്ങനെ രാത്രിത്തെ ഈ വ്യൂ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എന്തായാലും ഞങ്ങൾ കറക്റ്റ് സമയത്താണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെത്തി ഒരു 2-3 വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ആ ലൈറ്റൊന്നും എല്ലാം അണഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഇടുവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവരെന്തോ 8:30 സമയം പറഞ്ഞു, പക്ഷെ എനിക്ക് അവരെന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല കേട്ടോ. 8:30 ഇടുന്നാണോ അല്ലയോ എന്ന് മനസ്സിലായില്ല. ഇത് ബാക്ക് വശമാണ്. ഫ്രണ്ട് വശത്തേക്ക് ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ആ ലൈറ്റ് തീർന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് അത് അത്ര ഭംഗിയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുതിരവണ്ടി കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല രസം കുതിരവണ്ടി പോകുന്ന കാണാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതിൽ കയറുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ കുതിരവണ്ടി കണ്ടപ്പോൾ പിന്നെ അത് എടുക്കാൻ പോകാമെന്ന് വെച്ച് പെട്ടെന്ന് എടുത്താണ് കേട്ടോ വണ്ടി. അങ്ങനെ ഇതൊരു കുതിരവണ്ടി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ ബ്ലോക്ക് ആക്കിക്കൊണ്ടാണ് കുതിരവണ്ടി പോയതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയല്ലേ ഈ ലൈറ്റും കുതിര പോകുന്നതും ആ വണ്ടി പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കുതിരവണ്ടി ഉണ്ടായിരുന്നു കേട്ടോ ആ പാലസിൻ്റെ പരിസരത്ത്. അപ്പം രാത്രിയൊക്കെ ഇങ്ങനെ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. പിന്നെ ഇതാണ് കേട്ടോ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് പാലസിൻ്റെ. പാലസ് പക്ഷേ അപ്പുറത്തെ സൈഡായിരുന്നു ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ലൈറ്റ് മൊത്തമായിട്ട് അണഞ്ഞു.
അതുകൊണ്ട് തന്നെ അത്ര ഒരു ഭംഗിയിൽ പാലസിൻ്റെ ഫ്രണ്ട് ഭാഗം എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോണിലാണല്ലോ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഐഫോണോ നമുക്ക് ക്യാമറയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം കുറച്ച് പൈസയൊക്കെ ആയിട്ട് വേണം ഒരു ഫോണൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഐഫോണൊന്നല്ല കേട്ടോ, ഏതെങ്കിലും ഒരു കുറച്ച് ക്ലാരിറ്റിയിലൊരു ഫോൺ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോഴാണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഇവനിവിടെ ഇപ്പം മോനെ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്, അതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അപ്പം എനിക്കിവിടെ പോയിട്ട് ഇപ്പോൾ രാത്രി കണ്ട കാഴ്ചകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലസ് ഇഷ്ടപ്പെട്ടു, അത് സ്വാഭാവികം. പിന്നെ ബാക്കി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുതിരവണ്ടിയത്തെ സവാരി, ആ കുതിരവണ്ടിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അട്രാക്റ്റീവായി തോന്നിയത് ആ ഒരു സംഭവമാണ്. നല്ല അടിപൊളിയായിട്ടോ കാണാൻ, എന്തോ ഒരു വൈബ് ഉണ്ടായിന്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ. ഒരു കടയും കാണുന്നില്ല, ഇത്രയും വലിയ ടൗണിൽ കടയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ പാനിപ്പൂരി അങ്ങനത്തെ സൈസ് കാണുന്നുണ്ടെന്നല്ലാതെ നമ്മളെ ഫുഡിൻ്റെ ഇങ്ങനത്തെ ഇഡ്ഡലി ദോശ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. ലാസ്റ്റ് ഞങ്ങളൊരു കട കണ്ടു, അതിൽ കയറി കേട്ടോ. പക്ഷെ അവിടെ ഇങ്ങനെ റൈസിൻ്റെ ഐറ്റംസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്തോ ചിക്കൻ ബിരിയാണി, ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണിയും കണ്ണും മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു. പക്ഷേ എരിഞ്ഞിട്ടൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. മോൻ എന്തായാലും വിശപ്പുകൊണ്ടാണോ എന്തോ 2-3 വായി കഴിച്ചു, ബാക്കി അവനും കഴിച്ചില്ല. കുറച്ച് ഇറച്ചി കഴിച്ചു എന്നല്ലാതെ വേറെ ഒന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ പച്ചമുളകിൻ്റെ എരിവ് കുത്തുന്ന എരിവായിരുന്നു, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു, ഒരു പാകത്തിന്, അല്ലാതെ നല്ല ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. ആ റേറ്റിനുള്ള ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ, നല്ല റേറ്റ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് വരാമെന്ന് വെച്ച് പോയപ്പോഴോ നമ്മൾ വണ്ടിയിൽ പോയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വഴിയൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എനിക്ക് മറ്റേ പാട്ടാണ് ഓർമ്മ വന്നത്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ഈ പാടുന്ന പാട്ടല്ല കേട്ടോ, മറ്റേ കാണാത്ത ലോകത്ത് ചെന്ന പോലെ ആ പാട്ടില്ലേ, ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നിട്ടോ. വഴി എവിടെയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ അത്രയും അടുത്തുണ്ടായിരുന്ന റൂമിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഞങ്ങൾ പല വഴിയിൽ കൂടെ പോയിട്ടാണ് എത്തിയത്. എങ്ങനെയൊക്കെ എത്തിപ്പെട്ടു. അവസാനം ഞങ്ങൾ പിന്നെ റൂമിൻ്റെ അടുത്ത് എത്തിയപ്പോൾ പിന്നെ വണ്ടി അവിടെ വെച്ച് തിരിച്ച് നടന്ന് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാർക്കറ്റ് കാണാൻ വേണ്ടി പോയിട്ടോ. പക്ഷെ അപ്പോഴും സമയം കുറേ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഏകദേശം അടച്ച് പൂട്ടി പോകുന്നുണ്ട്. പക്ഷെ ആ മാർക്കറ്റ് പകൽ എനിക്ക് തോന്നുന്നു നല്ല അടിപൊളിയായിരിക്കും. എല്ലാവരും പറഞ്ഞു പകൽ നല്ല തിരക്കുള്ള മാർക്കറ്റാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ പകൽ ഇവിടെ പോയില്ല കേട്ടോ, അത് വേറൊരു കാര്യം. അങ്ങനെ ഞങ്ങൾ രാത്രി പോയി അവിടെയൊക്കെ നോക്കുമ്പോൾ കുറേ ഫ്രൂട്ട്സിൻ്റെ കടകൾ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പൂക്കടകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കല്യാണത്തിനൊക്കെ ഇത് പൂമാലയൊക്കെ വാങ്ങുമല്ലോ, അങ്ങനത്തെ കടകളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ബാക്കി കടകളൊന്നും ഞങ്ങൾ കണ്ടില്ല. കൂടുതൽ ഫ്രൂട്ട്സിൻ്റെ കടകളും പൂക്കടകളും ഒക്കെ തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ഇപ്പോഴും രാത്രി ആയപ്പോഴും കുറേ പച്ചക്കറികളൊക്കെ ചേച്ചിമാർ വെച്ച് വിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ ഓരോന്ന് നോക്കി 2-3 മറ്റേ ഡ്രസ്സിൻ്റെ കടയിലൊക്കെ കയറി, കടയല്ല ഇങ്ങനെ വഴി സൈഡിലുണ്ടാവുമല്ലോ, അങ്ങനെ വെറുതെ ഒന്ന് കയറി നോക്കി നേരെ റൂമിലേക്ക് പോയി. ബാക്കി വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ, പകലത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.